Thank you, the MOU, for the great introduction and taking forward this program. So today was the MOU signing with NGI and Menon Aviation Private Limited. It opens a great opportunity for aviation enthusiasts and more opportunities to learn more about aviation industry and hands-on training. But we can just start the training here itself. So it will be a great opportunity for every aviation students. AMA സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ലിയർജെറ്റും സെസ്നയും ഒക്കെ ഉണ്ട്. അത് കൂടാതെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് AIES-ൽ ട്രെയിനിങ്ങിന് പോകാറുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കോളേജിനടുത്ത് തന്നെ ഇങ്ങനെ ഒരു MRO സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചറായിട്ട് വരുന്ന ഏവിയേഷൻ MROസും ഒക്കെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ്. ബോയിങ്, എയർബസ് അങ്ങനത്തെ ടൈപ്പ് എയർക്രാഫ്റ്റിൽ ട്രെയിനിങ്ങും സ്പെഷ്യലൈസേഷനും ചെയ്യാൻ വേണ്ട ഓപ്പർച്യൂണിറ്റി കുറേ കിട്ടുന്നുണ്ട്. The aviation industry is mushrooming or grooming or developing like anything. When you do something in research oriented ആയിട്ടും പബ്ലിക്കേഷൻ ആയിട്ടും ഒക്കെ ചെയ്യുമ്പോൾ just focus on the projects. പ്രൊജക്ട്സിൽ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ട് മിനി പ്രൊജക്ട്സ് ആയിട്ട് മാറി അതിനൊരു പൈലറ്റ് പ്രൊജക്ട് ആക്കി മാറ്റാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ that will be worth one. We will develop a state of art MRO for the purpose of this, not only for this college, for the entire country. അതാണ് നമ്മുടെ aim. And with the help of Dinesh Menon sir, we will do that. That when I started flying with my friends and going around USA, that why the same cannot be done in India. So I thought, okay, if I can't set up a university in India, why not, have tie-up with them and bring that university into India, signing up an agreement so that our students can go directly to the university there, get trained in the MRO, get the university certificate. And this training in Ethiopian Airline University is of the standards of EASA, FAA and other authorities like DGCA. ഏവിയേഷൻ സെക്ടർ ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. എയർക്രാഫ്റ്റ്സ് നമ്മൾ വാങ്ങിയാലും അതിൻ്റെ മെയിൻ്റനൻസ് ഇവിടെ ചെയ്യണം, അതിൻ്റെ സ്പെയർ പാർട്സ് ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് എക്സ്പോർട്ട്സും ചെയ്യാൻ പറ്റും, പല രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോളിസി ചേഞ്ച് വന്നപ്പോൾ സൊസൈറ്റിക്ക് എന്താ ഇമ്പോർട്ടൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് വരുന്നത് ജോലി കിട്ടും, പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്, something component manufacturing for the aircraft or defense, you can start your own industry. So that is the kind of importance that has been given for this sector, both aviation and defense. ജോലി കിട്ടുന്നതിന് മുമ്പേ, അതായത് ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, ഒരു എയർലൈൻ, അത് ഒരു ഇൻ്റർനാഷണൽ എയർലൈൻ, അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസാണ് അവർക്ക് കിട്ടുന്നത്. ഒന്ന്, അവർക്ക് ഇവിടുന്ന് തിയറി പഠിക്കാം, അവിടെ പോയിട്ട് അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എടുക്കാം. MROയിൽ ബോയിങ്, എയർബസ് ഇതിലൊക്കെ എങ്ങനെ ടൂൾസ് ഹാൻഡിൽ ചെയ്യണത്, എങ്ങനെ എയർഫ്രെയിമിനെ മെയിൻറ്റെയിൻ ചെയ്യുക, എങ്ങനെ ഏവിയോണിക്സിൻ്റെ റിപ്പയറിങ് ചെയ്യുക, എങ്ങനെയാണ് ഇലക്ട്രോണിക് സിസ്റ്റംസ്, ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, ലാൻഡിങ് ഗിയർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ലൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കിട്ടും. അതുകൂടാതെ അവർക്ക് ഏവിയേഷൻ യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എത്യോപ്യൻ എയർലൈൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ പ്രോഗ്രാം വളരെ മനോഹരമായി വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി ഓർഗനൈസ് ചെയ്യാൻ പറ്റി. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ദ MOU.